സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മാനസിക ആരോഗ്യത്തെക്കുറിച്ചാണ്. മെന്റൽ ഹെൽത്ത്. എത്ര പേർക്കറിയാം, ശാരീരികമായ ആരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരു മേഖലയുമാണ്. തീർച്ചയായിട്ടും മാനസിക ആരോഗ്യത്തെ പ്രാധാന്യമായിട്ട് തന്നെ കാണണം. നിങ്ങൾക്ക് മെഡിക്കൽ അറ്റൻഷൻ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പർലി മെഡിക്കൽ അറ്റൻഷൻ നിങ്ങൾ എടുക്കണം. അതുപോലെ എന്താണ് മാനസിക ആരോഗ്യ പ്രശ്നമെന്ന് നമുക്ക് ആദ്യം നോക്കാം. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ, അത് കൂടുതലായിട്ടും സ്റ്റുഡൻസ് അല്ലെങ്കിൽ ജോലി ഭാരം കൂടിയ ആൾക്കാരിലൊക്കെ സ്ട്രെസ് കാണാം. എങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് അമിതമായ ഉത്കണ്ഠ, അല്ലെങ്കിൽ നമുക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ വരുന്നതാണ് സ്ട്രെസ്. നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വണ്ണം സമ്മർദ്ദം വരുന്ന ഒരു അവസ്ഥ, അതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്താണ് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ? ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ടാസ്ക് തരുക, അത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേന് അമിതമായിട്ടുള്ള ഒരു വറീസ് ആ കാര്യത്തിൽ വരിക, അല്ലെങ്കിൽ ഒരു ഫിയർ വരിക. എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഓർക്കുക. പെട്ടെന്ന് അങ്ങ് വെപ്രാളപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങളുടെ ഒരു ഡെയിലി ആക്ടിവിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ ഒരു പെട്ടെന്ന് ടെൻഷൻ വരിക. അതിനെയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്. ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഫേസ് എന്താണെന്ന് അറിയാമോ? ജീവിതത്തോട് തന്നെ ഒരു താല്പര്യമില്ലായ്മ. അതായത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, അത് ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. മുന്നോട്ട് ജീവിക്കുന്നത് എന്തെന്നുള്ളൊരു ചിന്താഗതി, അല്ലെങ്കിൽ കുടുംബക്കാരോട് സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുന്നത് ഇഷ്ടമില്ല, മുറിയിൽ അടച്ചിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഡെയിലി കുളിക്കാൻ പോലും താല്പര്യമില്ല. ജീവിതത്തോടെല്ലാം ഒരു മടുപ്പ് തോന്നുക. ചില സാഹചര്യത്തിൽ ചിലർക്ക് അല്പനേരത്തേക്ക് ഒരു മടുപ്പും നിരാശയൊക്കെ വരും, അത് കണ്ടിന്യൂ ആകത്തില്ല. പക്ഷെങ്കിൽ ഇതേ സെയിം സാഹചര്യം 2 ആഴ്ചയിൽ കൂടുതൽ കണ്ടിന്യൂ ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഡിപ്രഷൻ എന്ന ഫേസിലാണ്. ചിലർക്ക് ഉറക്കം കൂടുതൽ ഉണ്ടാകുക, അതും ഒരു മെന്റൽ ഹെൽത്തിന്റെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ കുറവ് ഉണ്ടാകുക, നമുക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അരമണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറി വന്നിട്ട് നാളത്തെക്കുറിച്ചുള്ള ഭാരം, അല്ലെ അമിതമായ ഉത്കണ്ഠ, ജീവിതത്തെക്കുറിച്ച് നാളെ എന്താകും, അല്ലെങ്കിൽ ചെറിയ രോഗം എവിടെയെങ്കിലും കേൾക്കുമ്പോൾ തന്നെ അത് എനിക്ക് വരുമോ എന്നുള്ളൊരു ഭയം, അത് നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്നു. അത് സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ വലിയൊരു സ്ട്രെസ്സിലോ ടെൻഷനിലോ ആണെങ്കിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് നിങ്ങൾ അത് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്നൊരു റിലീഫ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഉറക്കം നിങ്ങളുടെ ക്രമീകരിക്കണം. അറ്റ്ലീസ്റ്റ് 7 to 8 hours എങ്കിലും ഒരു ദിവസം ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. പ്രേയേഴ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. യോഗ, ബ്രീത്തിങ് എക്സസൈസ് നമ്മുടെ ടെൻഷൻസിനെയും വറീസിനെയും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മൾ ഒരിടത്ത് അല്പനേരം കാമായിട്ടിരുന്ന് മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇതും കൊണ്ടൊന്നും നിങ്ങൾക്ക് ഈ ടെൻഷനെ അല്ലെങ്കിൽ ഡിപ്രഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ അറ്റൻഷൻ നിങ്ങൾ എടുക്കണം. നിങ്ങൾ ഡോക്ടറിനെ കാണണം. ആ ഡോക്ടർ പ്രോപ്പർലി ഒരു പക്ഷെങ്കിൽ ഒരു മെഡിസിൻ ആയിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുറച്ച് നിങ്ങളോട് ഹെൽത്ത് ടോക്ക് തന്ന് കൗൺസിൽ ചെയ്തിട്ട് നിങ്ങളെ കംഫോർട്ട് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ